ഹായ്, അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും തസ്ലീസ് ഡ്രീം എന്ന എൻ്റെ ചാനലിലേക്കും ഇന്നത്തെ കൊച്ചു വ്ളോഗിലേക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇതും കാര്യമായിട്ടൊന്നുമല്ല, എന്നും നിങ്ങൾ കണ്ടുവരുന്ന വീഡിയോ ആണ് നമ്മുടെ വീടും ചെടികളും ഒക്കെ. അപ്പോൾ ഇന്നലെ അച്ചു ഉപ്പാൻ്റെ വീട്ടിലേക്ക് എൻജോയ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ചുവിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോസ് എടുക്കാം. അപ്പോൾ അവനാണെങ്കിലോ വീഡിയോസിലൊന്നും നിൽക്കാൻ അവനക്ക് ഇഷ്ടമല്ല, എന്തോ ഒരു നാണക്കൊടിയാണ് നമ്മുടെ അച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, മോനെ വാ മോനെ, നമുക്ക് 2 ദിവസം ഇവിടെ നിൽക്കാമല്ലോ, മദ്രസ തുറക്കുമ്പോഴേക്കും. മദ്രസ നാളെ തുറക്കും, മറ്റന്നാൾ ശനിയാഴ്ച. അപ്പോൾ പ്രതീക്ഷിക്കാതെ അച്ചു തന്നെ ബസ്സിൽ വന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വിചാരിച്ചു ഈ അഡീനിയം റീപോർട്ട് ചെയ്യണം, പ്രൂണിങ് ചെയ്യണം എന്നൊക്കെ. അങ്ങനെ സാഫ് വരെ ഞാൻ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ ഇതുപോലെ ഫ്ലവർ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഇത് റീപോർട്ട് ചെയ്യാനും പിന്നെ പ്രൂണിങ് ചെയ്യാനും ഒന്നും തോന്നുന്നില്ല. ഇനിയിപ്പം ഈ ഫ്ലവറെല്ലാം വാടിക്കൊഴിഞ്ഞ് പോയിട്ട് റീപോർട്ടും പ്രൂണിങ്ങും ചെയ്യുമ്പോൾ മഴയും വരാനായില്ലേ, അപ്പം എന്തായാലും ഇത് നശിച്ച് പോകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ഫെബ്രുവരി മാർച്ച് അങ്ങനെ നമുക്ക് റീപോർട്ടും പ്രൂണിങ്ങും ഒക്കെ ചെയ്യാമെന്ന്. അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ ചെടികളുടെയൊക്കെ അവസ്ഥ കണ്ടു നോക്കുക. നല്ല അടിപൊളിയായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. നല്ല അടിപൊളി ഫ്ലവറുകളും എല്ലാം ഉണ്ട്, നിറയെ ഉണ്ട്. അപ്പം കണ്ടില്ലേ, നമ്മുടെ പിങ്ക് കളർ ബൊഗൈൻവില്ലയൊക്കെ അടിപൊളിയായിട്ട് തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. തെച്ചിയിലൊക്കെ ഒരുപാട് ഫ്ലവറുകളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിന് ടൈം കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ ഞാനിന്ന് ബസ്സിൽ പോകുന്നില്ല, അല്ലെങ്കിൽ ചടപടാ തിരക്ക് കൂട്ടിയിട്ട് 9 മണിയാകുമ്പോഴേക്കും പിന്നെ ഇറങ്ങി നിൽക്കണം ബസ്സിന്. അപ്പോൾ ഇന്ന് ഉമ്മ കുറച്ച് സാധനമൊക്കെ വാങ്ങണം, അച്ചു വന്നതല്ലേ. അപ്പോൾ അച്ചുവിന് കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കൂർ ടൗണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരാം. അപ്പോൾ നമുക്ക് സജീവേട്ടനും കൂട്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു ഓട്ടോയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാനും ഓട്ടോയിൽ തന്നെ വരാം, ഞാൻ ഓഫീസിൽ ഇറങ്ങാമല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോസ് എടുക്കാൻ ടൈം കിട്ടി. അപ്പോൾ നമ്മുടെ ഗാർഡനിലെ മെയിൻ താരം ഇതാണ് കേട്ടോ, നമ്മുടെ മെലസ്ട്രോമയ്ക്ക് ഞാൻ കല്ലെല്ലാം ചുറ്റും വെച്ച് കൊടുത്തു, മണ്ണൊക്കെ നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേരൊക്കെ പുറത്തിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് കണ്ണൂർ ഫ്ലവർ ഷോ എന്ന് വാങ്ങിയതാണ്. അപ്പോൾ നിറയെ പൂക്കളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊഴിഞ്ഞു പോയി. ഇങ്ങനെ വള്ളി പോലെ വരുമ്പോൾ ഞാനെല്ലാം കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ കുത്തി കൊടുത്തു. എല്ലാം നല്ലപോലെ കിളുത്ത് വന്നിട്ടുണ്ട്. ഇനിയും ഉണ്ട്, ഈ വള്ളിയും പൊട്ടിച്ചിട്ട് കുത്തി കൊടുക്കണം. അങ്ങനെ സജീവേട്ടൻ വന്നു ഓട്ടോയും കൊണ്ട്. അങ്ങനെ വീടൊക്കെ കൂട്ടി ഞാനും ഉമ്മയും അച്ചും പോവാനിറങ്ങി. അപ്പോൾ അച്ചുവിനെ ഞാൻ കിട്ടുമ്പോൾ ഇങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അവന് അറിയാതെ പോലെ, അവന് പണ്ടുന്നേ താല്പര്യമില്ല വീഡിയോസ് ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് ഇഷ്ടമല്ല. ഇപ്പോഴാണ് പിന്നെയും ഫോട്ടോസിലൊക്കെ അവൻ വരാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കണ്ടു, അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുനിന്ന് കഴിഞ്ഞു. അങ്ങനെ പോയി ഇത് പെടയങ്കോട് സ്കൂളാണ് അങ്ങോട്ട്. ഇതൊക്കെ വീട് പെടയങ്കോട്. ഇരിക്കൂർ എത്താറായി. ഇങ്ങോട്ടൊക്കെ എന്താ പറയുക, ഇരിക്കൂറ കൊട്ടാരങ്ങളും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു വട്ടം കണ്ടതാണ് ഇരിക്കൂറ കൊട്ടാരങ്ങളൊക്കെ എൻ്റെ വീഡിയോയിൽ ചെറുതായിട്ട്. അപ്പോൾ ഇത് പെടയങ്കോട് പള്ളി കണ്ടോ. അവിടെയൊക്കെ നല്ല ബൊഗൈൻവില്ല കണ്ടപ്പോൾ ഞാൻ കൂട്ടുകാർക്കാ യാദൃശ്ചികമായിട്ട് അച്ഛനെ വിളിച്ചു. അപ്പോൾ അച്ഛൻ നോക്കി. അങ്ങനെ നമ്മൾ പടയങ്കോട് കഴിയാറായി. ഭയങ്കര ചൂട്. 9 മണിയാകുമ്പോഴേക്കെന്നെ ചുട്ട് പൊള്ളാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കൂർ പാലം, മണ്ണൂർ പാലം, പുഴയിലെ വെള്ളമൊക്കെ കുറഞ്ഞു. അങ്ങനെ നമ്മൾ ഇരിക്കൂർ മണ്ണൂർ പാലത്തിൻ്റെ അവിടെ എത്തി. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് മക്കളെ ഇരിക്കൂർ കൊട്ടാരങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ, അടിപൊളിയായ വീടുകളൊക്കെ ഉണ്ട് ഇങ്ങോട്ടൊക്കെ ഇരിക്കൂർ. കണ്ടില്ലേ,
എല്ലാം എന്താ പറയുക, ഗൾഫ് മോഡൽ വീടുകളാണ് ഇപ്പം പണിയുന്ന വീടുകളൊക്കെ. ഇത് അടിപൊളിയായിട്ടാണ്. ഇത് ഇപ്പം അടുത്ത് കുടിയായതാണ് വീട്. ഇതൊരു വീട്, നല്ല ഭംഗിയുണ്ട് കാണാൻ സ്ഥലങ്ങളൊക്കെ. ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം എൻ്റെ പഴയ വീഡിയോസിലൊക്കെ. നിങ്ങൾ ഇരിക്കൂറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പം ഒന്നും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതും കൊട്ടാരങ്ങളാണ്. കുറേ വണ്ടികളൊക്കെ നിർത്തി. എന്താ ഇവിടെ സംഭവിച്ചതൊന്നും അറിയില്ല. കുറേ ആൾക്കാരൊക്കെ കൂടിയിട്ടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല. ഇത് ഏട്ടൻ്റെയും അനിയൻ്റെയും വീടാണ്. ഇതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട് അതുപോലെ തന്നെ ഏട്ടൻ്റെയും അനിയൻ്റെയും വീട്. മലബാർ എന്ന് പറയും, അവരെ മലബാറുകാരുടെ വീടാണത്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ വീടൊക്കെ കഴിഞ്ഞ്, അപ്പോൾ ഉമ്മാൻ്റെ ഫോണിന് റീചാർജ് ചെയ്തിട്ട് എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അത് നോക്കാനും വേണ്ടി പോകും. അപ്പോൾ ഓക്കെ.